രാത്രിയില് 10:30, 11, 11:30, 12 മണിയായി. കല്യാണത്തിന് ക്ഷണിക്കണം എന്ന് വിചാരിച്ച് ഒരാളെ വിളിക്കുമോ നമ്മള്? കല്യാണത്തിന് ക്ഷണിക്കാൻ 12 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയും, ഇനി ഇന്ന് വിളിക്കണ്ട, അല്ലേ? ഇനിയിപ്പൊ ഇന്ന് വിളിക്കണ്ട, നാളെ വിളിച്ചാ മതി. ഇതുപോലെ ആരെങ്കിലും രാത്രി 12:30, 1 മണിക്ക് വല്ലാണ്ട് സങ്കടം വരുമ്പോ ഗുരുവായി, ഓ ഇപ്പൊ വിളിക്കണ്ട, രാവിലെ വിളിക്കാം, തോന്നിയിട്ടുണ്ടോ? ഭരതചരിതമാണ് വർണ്ണിക്കുന്നത്. അജനാഭം എന്ന് പേരുണ്ടായിരുന്ന നമ്മുടെ ഈ ഭൂമിക്ക് ഭാരതം എന്ന പുണ്യനാമം വരാൻ കാരണഭൂതനായിരിക്കുന്ന ആ പരമയോഗീശ്വരനായ പരമഭക്തനായ ഭരതന്റെ ചരിതം. ഭരതന്റെ ചരിതം ആരംഭിക്കുന്നത് തന്നെ ഭരതസ്തു മഹാഭാഗവതഃ. ഭരതൻ എന്ന മഹാഭക്തൻ, അല്ലേ? പരമഭക്തനായിരുന്നു ഭരതൻ എന്ന് പറഞ്ഞിട്ടാണ് ഭരതന്റെ കഥ തുടങ്ങുന്നത്, അല്ലേ? ഭക്തന്മാരുടെ കഥ, ഭാഗവതന്മാരുടെ കഥ, അതാണ് ഭാഗവതം മുഴുവൻ. ആരാ ഭക്തൻ? ആരാ ഭക്തൻ? ഇതുപോലെ കഴുത്തിലൊരു ഷാളും കഴുത്തിൽ രുദ്രാക്ഷമാലയും നിറച്ചും ഭസ്മവും കുറെ ചന്ദനക്കുറിയും ഒക്കെ തൊട്ട ആളാണ് ആര്? ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൂജാ സ്റ്റോർ പോയാൽ ഏതൊരാൾക്കും ഭക്തനാവാം, അല്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോ ഭക്തനും നമുക്ക് ഭക്തിയുണ്ട്, ഭക്തനാണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നടക്കുന്നുണ്ട്, അല്ലേ? പോരാത്തതിന് അമ്പലത്തിലൊക്കെ പോയാൽ, ഉത്സവ സമയത്തൊക്കെ പോയാൽ നമുക്ക് ഇടക്കിടക്ക് അനൗൺസ്മെന്റ് കേൾക്കാം. എന്ത്? ഭക്തജനങ്ങളെ അനൗൺസ്മെന്റ് കേൾക്കുമ്പോ അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കും, എന്നെ വിളിച്ചു. നമ്മൾ ഭക്തനാണെന്ന് ആര് തീരുമാനിച്ചു? നമ്മൾ ഭക്തനാണെന്ന് ആര് തീരുമാനിച്ചു? നമ്മൾ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, അല്ലേ? ഈ ചില സർട്ടിഫിക്കറ്റിലേക്ക് നമ്മൾ തന്നെ ഒപ്പിട്ടാ മതി, സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ അത് അത്ര വിലയുള്ള സർട്ടിഫിക്കറ്റ് ആണോ? അല്ല. അതിന് അധികാരിയായിട്ടുള്ള ഒരാള് അതിൽ സീല് വെക്കുമ്പോഴാണ് അത് വിലയുള്ളതാവണത്. ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒപ്പിട്ട സർട്ടിഫിക്കറ്റാ. ഞാനൊരു ഷാള് വാങ്ങി, ഞാനൊരു രുദ്രാക്ഷമാലയിട്ട്, ഞാൻ ഇതുപോലെ ചന്ദനക്കുറിയിട്ട്, ഞാൻ ഇതുപോലെ വേഷം കെട്ടിയിട്ട്, ഞാനിങ്ങനെ നാമം ജപിച്ചിട്ട് ഞാൻ എന്നെ കുറിച്ച് വിചാരിക്കുകയാണ് ഞാൻ നല്ല ഭക്തനാണ്. പക്ഷേ ഗുരുനാഥനോ ഗുരുവായൂരപ്പനോ എപ്പോഴാണോ അധികാരപ്പെടുത്തുന്നത് അപ്പോഴും മാത്രമാണ് നമ്മൾ ഭക്തന്മാരാവുന്നത്. ഇവിടെ പരമഭക്തനായിരുന്നു ഭരതൻ എന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഭക്തനായിരുന്നു ഭരതൻ എന്ന് നമ്മൾ പറയുമ്പോ, ഭക്തനായിരുന്നു ഭരതൻ എന്ന് ഭാഗവതം പറയുമ്പോ നമ്മളൊരു ചോദ്യം ചോദിക്കും, എപ്പോ എന്ന്. നല്ല ഭക്തനായിരുന്നു ഭരതൻ എന്ന് പറയുമ്പോ നമ്മളൊരു ചോദ്യം ചോദിക്കും, എപ്പോ? അതെന്തിനാ എപ്പോ എന്ന് ചോദിക്കണത്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ എപ്പോഴൊന്നും ഭക്തി ഉണ്ടാവാറില്ല, അല്ലേ? നമുക്ക് എപ്പോഴാ ഭക്തി വരിക? ചില മാസാവണം, ചില ദിവസമാവണം, ചില സമയമാവണം, അപ്പോഴാണ് നമുക്ക് ഭക്തി കൂടുക, അല്ലേ? കുട്ടികൾക്കൊക്കെ മാർച്ച് മാസം ആവുമ്പോഴല്ലേ ഭക്തി വരിക? മാർച്ച് മാസത്തിലാ കുട്ടികൾക്കൊക്കെ ഭക്തി ഉണ്ടാവുക. എന്തേ? അപ്പോഴാ പരീക്ഷ, അല്ലേ? പിന്നെ കല്യാണം കഴിയാനൊരു ഭക്തി, പിന്നെ ജോലി കിട്ടാനൊരു ഭക്തി, പിന്നെ കുട്ടി ഉണ്ടാവാനൊരു ഭക്തി, പിന്നെ കുട്ടിയുടെ കല്യാണം കഴിയാനൊരു ഭക്തി, അല്ലേ? അപ്പൊ നമുക്കൊക്കെ ഭക്തി ഓരോ സമയത്ത് വന്ന് ഒരു സമയം കഴിഞ്ഞാൽ പോണ സാധനം, അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ശ്രീരാമനോട് വലിയ ഭക്തിയാ ഈ മാസം. ഇത് കഴിഞ്ഞാൽ പിന്നെ ആ രാമായണ പുസ്തകം എവിടെയാ ഉള്ളത് എന്ന് അടുത്ത കൊല്ലേ നമ്മൾ തപ്പി നോക്കുള്ളൂ, അല്ലേ? കർക്കടക മാസാവുമ്പോ നമുക്ക് ശ്രീരാമനോട് ഭക്തി, ചിങ്ങമാസാവുമ്പോ നമുക്ക് കൃഷ്ണനോട് ഭക്തി, അല്ലേ? ശിവരാത്രി ആവുമ്പോ ശിവനോട് ഭക്തി, നവരാത്രി ആവുമ്പോ ദേവിയോട് ഭക്തി, മണ്ഡലമാസാവുമ്പോ അയ്യപ്പനോട് ഭക്തി,
ഇങ്ങനെ ഓരോ മാസത്തെ ഓരോ സമയത്തൊക്കെയാ നമുക്ക് ഓരോ ആളെ ഓർമ്മ വരിക അല്ലേ? ഭാഗവത സപ്താഹത്തിന് ഭക്തി കൂടുന്നത് എപ്പോഴാ? സപ്താഹയജ്ഞത്തിന് ഭക്തി കൂടുന്ന സമയം എപ്പോഴാ? സപ്താഹയജ്ഞത്തിന് ഭക്തി കൂടുന്ന സമയം എപ്പോഴാ? അറിയില്ല. 12 മണി കഴിയുമ്പോഴാണ് സപ്താഹത്തിന് ഭക്തി കൂടുക. അപ്പൊ ഭക്തന്മാര് നിറയും. ഉച്ച കഴിഞ്ഞാൽ ഭക്തി അങ്ങ് കുറയും. അപ്പോ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഒരു സമയത്ത് വന്ന് ഒരു സമയം കഴിഞ്ഞ് പോകുന്ന ഭക്തിയാണ് അധികവും. ഇതിനെയാണ് പണ്ടുള്ള ആൾക്കാർ പാലം കടക്കുവോളമുള്ള ഭക്തിയായിട്ട് പറഞ്ഞത് അല്ലേ? ഒരാവശ്യത്തിന് പോവുക, ഒരാവശ്യം കഴിഞ്ഞാൽ ആ ഭക്തി കുറയും. അപ്പോ ഈ കാരണങ്ങൾ വെച്ചിട്ടുള്ള ഭക്തിക്ക് ഒരു ന്യൂനത എന്താ അറിയോ? കാരണം കഴിഞ്ഞാൽ പിന്നെ ഭക്തി കുറയും. എന്തെങ്കിലുമൊക്കെ ടെൻഷനും വേവലാതിയൊക്കെ വരുമ്പോഴാണ് ഉള്ള അമ്പലത്തിലേക്കൊക്കെ വഴിപാട് പറഞ്ഞു വെക്കും. അവിടെ പോയി കിടന്നുരുളാം, അവിടെ പോയി തലമുട്ടയടിക്കാം, ഇവിടെ പോയി തുലാഭാരം ചെയ്യാം, എല്ലാം അങ്ങ് പറഞ്ഞു വെക്കും. പിന്നെ കാര്യങ്ങളൊക്കെ നേരെയായി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും. പിന്നെ തിരക്കായില്ലേ. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ഭഗവാന് വഴിപാട് വേണമെങ്കിൽ ആദ്യം ഓർമ്മിപ്പിക്കണം. വല്ല തട്ടോ മുട്ടോ ഒക്കെ വരുമ്പോഴാണ് അയ്യോ എന്തേ വഴിപാട് പറഞ്ഞതാ മറന്നുപോയി അല്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു സമയത്ത് വന്ന് ഒരു സമയത്ത് നിന്ന് ഒരു സമയത്ത് ഇല്ലാണ്ടാവുന്ന ഭക്തിയല്ല ഭാഗവതം പറയുന്നത്. പിന്നെയോ കുറുവന്തി അഹൈതു കിം ഭക്തി, ഒരു ഹേതുവുമില്ലാതെ സദാസമയവും ഭഗവാനിലേക്ക് ഒഴുകുന്നതായ ധാരയായ ഭക്തി അല്ലേ? അതുകൊണ്ടാണ് ഉദ്ധവനൊക്കെ ഭഗവാനോട് പറയുന്നത് രതിസ്യാദനപായിനി. എപ്രകാരമാണോ ഇടമുറിയാതെ ഒഴുകുന്നത് ഗംഗയൊക്കെ, അതേപോലെയുള്ള ഭക്തി എനിക്കുണ്ടാവണം എന്ന്. മുറിഞ്ഞു 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 പോണ ഭക്തിയല്ല, സദാസമയവും ഭഗവാനിലേക്ക് എനിക്ക് ഭക്തി ഉണ്ടാവണം. അത്തരത്തിലൊരു ഭക്തനായിരുന്നു ഭരതൻ. അജനാഭം എന്ന ഈ ഭൂമിയെ ഭംഗിയായിട്ട് ഭരിച്ചു. ഒരു പ്രായം കഴിഞ്ഞപ്പോ ഭരതന് തോന്നി, ഇനി ഈ ഭരണാധികാരത്തിൽ ഇരുന്നാൽ ശരിയാവില്ല. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാണ്ടാവും അല്ലേ? കുറെ പ്രായമായാൽ നമ്മളുടെ ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കോ? ഇരുന്ന സ്ഥലത്ത് നിന്ന് വേഗം എണീക്കണം എന്ന് നമുക്ക് മോഹമുണ്ട്. പക്ഷെ ശരീരം പറയും എനിക്ക് അങ്ങനെ ഒന്നും എണീക്കാൻ പറ്റില്ല, മുട്ടുകുത്തി കാലുകുത്തി തൂണ് പിടിച്ച് അരമണിക്കൂർ എടുക്കും. അപ്പോ നമ്മുടെ ശരീരം തന്നെ നാളെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല. സ്വതവേ ഈ വയസ്സായിട്ടുള്ള അച്ഛനമ്മമാർക്കൊക്കെ ഒരു പരാതിയുണ്ട് അല്ലേ? പരാതിയില്ലേ? നിങ്ങൾക്കൊന്നും പരാതിയില്ലേ? പരാതിയുണ്ട്. എന്താ പരാതി എന്നറിയോ? മക്കള് പറഞ്ഞാൽ അനുസരിക്കണില്ല, മക്കള് പറഞ്ഞാൽ അനുസരിക്കണില്ല. എന്നാ ശരിക്കും നിങ്ങൾ ആലോചിക്കുക, കുറെ പ്രായമായാൽ ആരാ ശരിക്കും പറഞ്ഞാൽ അനുസരിക്കാണ്ടാവുക? മക്കള് പോട്ടെ, നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കൂ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തെയാണോ മക്കളെയാണോ നമ്മൾ ഏറ്റവും അധികം കാലം സ്നേഹിച്ചത്? മക്കളെയാണോ ശരീരത്തെയാണോ ഏറ്റവും അധികം കാലം സ്നേഹിച്ചത്? ഓ ഓ ശരീരത്തെയാണ്. മക്കളെ നമ്മൾ ഒരു 10-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ കാണുന്നുള്ളൂ. അതിനു മുമ്പ് തുടങ്ങിയതാ ഈ ശരീരത്തോടുള്ള സ്നേഹം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഇതുവരെ എത്ര ചെലവാക്കിയിട്ടുണ്ടാവും? എത്ര സന്തൂറിന്റെ സോപ്പ് ഒരച്ചു കളഞ്ഞു, എത്ര കുട്ടിക്കൂറയുടെ പൗഡർ പൂശിക്കളഞ്ഞു, എത്ര ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, എത്ര മാലയിട്ട് കൊടുത്തു, എത്ര ചന്ദനം ചാർത്തി കൊടുത്തു. എന്നിട്ട് ഈ ശരീരം നാളെ നമുക്ക് പറഞ്ഞനുസരിക്കൂ? കാലിങ്ങോട്ട് വെക്കാൻ പുറപ്പെട്ടാ കാല് അങ്ങോട്ടാ പോകുക അല്ലേ? അപ്പോ നാളെ നമ്മുടെ ഈ ശരീരം തന്നെ നമുക്ക് വേദന തരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ പിന്നെ ആരാ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടാവുക? അതുകൊണ്ടാണ് ഏകാദശ സ്കന്ധത്തില് 24 ഗുരുനാഥന്മാരെ പറഞ്ഞതായ ഭാഗവതം അവസാനത്തെ ഗുരുനാഥനായിട്ട് ഈ ശരീരത്തെ അവിടെ വച്ചു. ദേഹോ മമ ഗുരു വിരക്തി വിവേകഹേതു. എന്തിനാ അവസാനത്തെ ഗുരുനാഥൻ ഈ ശരീരം എന്ന് പറഞ്ഞതെന്നാണെങ്കിൽ, നാമവും ജപിച്ചിട്ടില്ല, അമ്പലത്തിലും പോയിട്ടില്ല, ഈശ്വരനെയും വിചാരിച്ചിട്ടില്ല. പക്ഷേ അവസാന നിമിഷത്തെ ആ ഒരു കിടപ്പില് ഇയാൾ ആലോചിക്കാത്രേ, ഞാൻ ഇത്ര കാലം സ്നേഹിച്ച എന്റെ ഈ ശരീരം തന്നെ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ആരാ ഉള്ളത്? ആ ഒരു സമയത്ത്
എനിക്ക് ആരാ ഉള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ അതിനപ്പുറത്തൊരൊറ്റ ഉത്തരേ ഉള്ളൂ, ഭഗവാൻ. അപ്പൊ ചിലപ്പോ ഈ ശരീരം തന്നെ നമുക്കൊരു ഗുരുനാഥനായിട്ട് തീരും എന്നവിടെ ഓർമ്മിപ്പിച്ചു. ഇവിടെ ഭരതൻ തന്റെ മക്കളെ രാജ്യഭരണം ഏൽപ്പിച്ച് ഭാര്യയെയും മക്കളെയും ഒക്കെ വിട്ട് ഭഗവാനെ ഉപാസന ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഗണ്ഡകി നദിയുടെ തീരത്ത് ഒരാശ്രമം കെട്ടി അവിടെ താമസം തുടങ്ങി. എല്ലാം ഉപേക്ഷിച്ച് ഭരതൻ കാട്ടിലേക്ക് പോയി. പക്ഷേ നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒന്നുണ്ട്, ഏ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മളെ വേണ്ടാന്ന് വെക്കാത്ത ഒന്നുണ്ട്. എന്താ കർമ്മഫലം എന്ന് പറയുന്ന ഒരു സാധനം, അല്ലേ? ഇപ്പൊ രാമായണം വായിക്കുന്ന ആൾക്കാരല്ലേ നമ്മള്? ഏറ്റവും വലിയ വേദാന്ത ചിന്ത ഈ ഭാരതഭൂമിയില് ഒരു കാട്ടാള സ്ത്രീക്ക് വരെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ രാമന്റെ മഹത്വം പറയുമ്പോ, വാൽമീകിയുടെ മാഹാത്മ്യം പറയുമ്പോ, ഭരതന്റെ കേമത്വം പറയുമ്പോ, സീതയുടെ പാതിവ്രത്യം പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? ഇതിനൊക്കെ കാരണക്കാരി രത്നാകരൻ എന്ന ഒരു കാട്ടാളന്റെ ഭാര്യയാണ്, അല്ലേ? ഒരു വിവരമില്ല എന്ന് നമ്മൾ കരുതുന്ന ആ കാട്ടുവാസിയുടെ ഭാര്യ പറഞ്ഞ വേദാന്ത തത്വം എന്താ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. ഇതൊക്കെ ബൈഹാട്ട് പഠിച്ചു വെച്ചിട്ടുമുണ്ട്, അല്ലേ? താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. ഇവിടെ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അനുഭവിക്കാനുള്ള കർമ്മഫലം നമ്മളെ തേടിയെത്തും. ഇല്ലെങ്കിൽ ആ സമയാവുമ്പോ നമ്മൾ അങ്ങോട്ടേക്ക് എത്തും, അല്ലേ? ചില സന്ദർഭത്തിൽ നമുക്ക് തോന്നാറില്ലേ, എന്തിനാ ആ സമയത്ത് എനിക്ക് എന്തിനാ അങ്ങനെ തോന്നിയത്? ഒരാവശ്യവും ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് പായ വിരിച്ച് കിടന്നതാ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ തോന്നി കോണി ചാരി വെച്ചിട്ട് തേങ്ങ എടുത്താലോ എന്ന്. കോണി ചാരി വെച്ചു. ഏറ്റവും മുകളിലെ സ്റ്റെപ്പിലെത്തിയപ്പോ കാല് തെറ്റി താഴെ വീണു. പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമ്പോ ഇയാൾ ആലോചിക്കുക, എന്തിനാ ആ സമയത്ത് എനിക്ക് തേങ്ങ? ഒരാവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സമയത്ത് തോന്നും, തേങ്ങ എടുക്കണമെന്നും തോന്നും. അതുവരെ കാണാത്ത കോണി അന്ന് മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ സർവവിധത്തിലും ഭരതൻ ഈശ്വരനെ ഉപാസന ചെയ്തുകൊണ്ട് കാട്ടിൽ കഴിയുമ്പോ ഒരിക്കൽ അദ്ദേഹം ഒരു രംഗം കണ്ടു എന്നാണ്. എന്താ രംഗം? സിംഹത്തെ പേടിച്ച് പൂർണ്ണഗർഭിണിയായ ഒരു മാൻപേട അവിടെ ഉണ്ടായിരുന്ന നദിയിലേക്ക് എടുത്തു ചാടുന്നു. ആ നദിയിൽ വെച്ച് ഈ മാൻപേട പ്രസവിക്കുന്നു. തള്ളമാൻ മറുകരയ്ക്ക് കയറി അവിടെ ചത്തു വീഴുന്നു. ഇപ്പൊ ഭരതൻ നോക്കുമ്പോ ആ പ്രസവിച്ച് വീണ മാൻകുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ശ്വാസം കിട്ടാതെ വിഷമിക്കുക. ഭരതന് തോന്നി, എന്തു വേണം? ഈ മാൻകുട്ടിയെ താൻ പോയി രക്ഷിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. എന്താ അറിയോ? തനിക്ക് ഈ മാൻകുട്ടിയോട് സ്നേഹം വരും. തന്റെ മനസ്സിന് ആ മാൻകുട്ടിയോട് സ്നേഹം വന്നാൽ പിന്നെ നാളെ അത് വലിയ ബുദ്ധിമുട്ടാവും. നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താ അറിയോ? ഏതൊരു വസ്തുവിലേക്കും ഏതൊരാളിലേക്കും വളരെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? നമ്മുടെ മനസ്സിനുണ്ട്. 4 ദിവസം ഒരു കസേര ഇരുന്ന 5-ാം ദിവസം ആകുമ്പോ ഇത് എന്റെ കസേരയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സപ്താഹത്തിനൊക്കെ 7 ദിവസം ഒറ്റ തൂണിന്റെ ചോട്ടിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതെന്റെ സീറ്റ് എന്നൊക്കെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ മനസ്സിന്റെ ഒരു സ്വഭാവം അത്. അപ്പൊ എല്ലാ തരത്തിലും നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവം എന്താ? വളരെ പെട്ടെന്ന് അറ്റാച്ച്മെന്റ് വരും. അപ്പൊ സ്വന്തം ഭാര്യയെ മക്കളെ ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്ന താൻ ഒരു മാനിനെ എടുത്തു കഴിഞ്ഞാൽ തനിക്ക് ആ മാനിനോട് സ്നേഹം വന്നാലോ? അതുകൊണ്ട് എടുക്കണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു. അതേസമയം മറുഭാഗത്ത് ഭരതന്റെ അനുഭവിക്കാനുള്ള പ്രാരബ്ധം ഭരതനെ കൊണ്ട് ചിന്തിപ്പിച്ചു. ഒരു മാൻകുട്ടി ജീവന് വേണ്ടിയിട്ട് മുമ്പിൽ വെള്ളത്തിൽ കിടന്ന് പടയ്ക്കുമ്പോ താൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ഗായത്രി മന്ത്രം ജപിച്ചിട്ട് ഫലം? ആ മാൻകുട്ടിയെ രക്ഷിക്കേണ്ടത് ഞാനല്ലേ എന്നൊക്കെ തോന്നി ഭരതൻ എടുത്തു ചാടി ആ മാൻകുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു. ഭരതൻ മാൻകുട്ടിയെ അങ്ങ് രക്ഷിച്ചതും ഭാഗവതം പറഞ്ഞു, പെട്ടു. ഒരു ജീവനെ രക്ഷിച്ചത് നല്ല കാര്യല്ലേ? ഒരു മാൻകുട്ടിയെ രക്ഷിച്ചത് പുണ്യമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അപകടം എന്താതെയോ? രക്ഷിച്ചതല്ല അപകടം, പിന്നെയോ
ഞാൻ രക്ഷിച്ചു എന്നുള്ളതാണ് അപകടം. കാരണം ഞാൻ വിചാരിച്ചാൽ എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. അല്ലേ? ഞാൻ വിചാരിച്ചാൽ എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെയാ വേറൊരാളെ രക്ഷിക്കുക? അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാ. പ്രഹ്ലാദൻ പറയും, സ്വതവേ ഈ ലോകത്തിൽ എല്ലാവർക്കും ഓരോ വിചാരമുണ്ട്. അല്ലേ? ഭാര്യമാർക്കൊരു വിചാരം. എന്താ ഭാര്യമാരുടെ വിചാരം? ഞങ്ങളുള്ളത് കൊണ്ടാ ഭർത്താവ് എന്ന് പറയുന്ന ആളിങ്ങനെ ജീവിക്കണത്. ഞങ്ങളില്ലെങ്കിൽ കാണായിരുന്നു ഇയാള്. ഭർത്താവിന്റെ വിചാരം എന്താ? ഞാനുള്ളത് കൊണ്ടാ. മക്കളുടെ വിചാരം എന്താ? ഞങ്ങളുള്ളത് കൊണ്ടാ അച്ഛനമ്മമാരുടെ വിചാരം എന്താ? ഞങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ടാ മക്കള്. എന്നാൽ പ്രഹ്ലാദൻ പറയുന്നു, ഭഗവാനെ, അങ്ങയുടെ കാരുണ്യമില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെയുണ്ടോ? അല്ലേ? അപ്പൊ എന്നിൽ കൂടി എന്റെ മകനെ രക്ഷിക്കുന്നത് ഭഗവാനാണ്. എന്നിൽ കൂടി എന്റെ ഭാര്യയെ രക്ഷിക്കുന്നത് ഈശ്വരനാണ്. എന്നിൽ കൂടി എന്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുന്നത് ഈശ്വരനാണ് എന്ന് ചിന്തിച്ചാൽ കുഴപ്പമില്ല. ഞാൻ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അപകട. കാരണം ഞാൻ തന്നെ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനാവില്ല. എന്നിട്ടല്ലേ വേറൊരാളെ. ഭരതൻ മാൻകുട്ടിയെ കൊണ്ടുവന്ന ആശ്രമത്തിലേക്ക് വന്നു. ഓരോ ദിവസം കഴിയും തോറും ഭരതന് മാൻകുട്ടിയോടുള്ള സ്നേഹം കൂടി വരാൻ തുടങ്ങി. മാൻകുട്ടിയോട് സ്നേഹം കൂടുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് ഭഗവാനോടുള്ള സ്നേഹം കുറയാൻ തുടങ്ങി. അല്ലേ? ഭാര്യയെ ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് ഇനി 24 മണിക്കൂറും ഭഗവാന്റെ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു പുറപ്പെട്ട ആൾക്ക് മാൻകുട്ടിയെ കുളിപ്പിക്കണം, അതിനെ താരാട്ടുപാടി ഉറക്കണം, അതിനെ കണ്ണെഴുതിക്കണം, അതിന് കറുകപ്പുല്ല് പറിച്ചു കൊണ്ടുവരണം, അതിനെ മടിയിൽ കിടത്തി ഉറക്കണം, അതിൻ്റെ ഒപ്പം തുള്ളിക്കളിക്കണം, അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ മുണ്ടലക്കണം, തൻ്റെ കുളി കഴിയണം, തൻ്റെ ഭക്ഷണം ഉണ്ടാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഭരതന് സമയില്ല. നമ്മളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ടല്ലോ, കലിയുഗത്തിൽ ഏറ്റവും അധികം നമ്മൾ പറയുന്ന വാക്കേതാ? കലിയുഗത്തിൽ ഏറ്റവും അധികം പറയുന്ന വാക്ക് സമയില്ല. അല്ലേ? എന്തൊരു തിരക്ക. ഈയിടെ ഒരു കൂട്ടുകാരൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഇപ്പൊ എനിക്കൊന്നും പറയാൻ സമയമില്ല, എനിക്കിപ്പോ ചാവാൻ കൂടി സമയമില്ല, അത്ര തിരക്ക. അപ്പൊ അങ്ങനെ സമയമില്ല എന്ന് പറയണതായ നമ്മള് ഈ ഭരതനെ ഒന്ന് ചിന്തിക്കുമ്പോ നമ്മൾ കുറച്ച് ഭേദ. കാരണം ഒരു മാൻകുട്ടി കാരണം ഭരതന് ഭഗവാനെ സ്മരിക്കാൻ സമയമില്ലാണ്ടായി. കാരണം എന്താ അറിയോ? ഭരതന്റെ മനസ്സില് ഇപ്പോ തനിക്ക് മാൻകുട്ടി മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത വന്നോന്ന. മുമ്പ് തനിക്ക് രാജ്യമുണ്ടല്ലോ, അധികാരമുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, പ്രജകളുണ്ടല്ലോ. മുമ്പ് സ്നേഹം ഡിവൈഡ് ചെയ്തിട്ട് പലർക്കും കൊടുത്തത് കൊണ്ട് ഒന്നില്ലാണ്ടായാലും ഇതുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൂടിയിട്ട് ഒരു മാൻകുട്ടിയിലേക്ക് വച്ചപ്പോ എന്തായിന്നറിയോ? ഈ മാൻകുട്ടി ഇല്ലെങ്കിൽ എനിക്കിനി ആരുമില്ല എന്ന ഭാവത്തിലേക്ക് എത്തി. അല്ലേ? ട്രെയിനിലൊക്കെ പോകുമ്പോ ഒരു പേഴ്സ് വിൽക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അല്ലേ? ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, ATM കാർഡ്, ഇങ്ങനെ കാർഡിലാണല്ലോ നമ്മുടെ ജീവിതം. ഈ കാർഡുകളെല്ലാം ചേർത്ത് വെക്കണ ഒരു പേഴ്സ് കണ്ടിട്ടില്ലേ? ആ പേഴ്സിൽ വെച്ചാൽ എന്താ സൗകര്യം? പോണുണ്ടെങ്കിൽ ഒന്നാകെ അങ്ങ് പോയിക്കോളൂ. അല്ലേ? അപ്പോ മറ്റേത് ഏതെങ്കിലും ഒരു കാർഡ് ബാക്കി ഉണ്ടാവും. ഇതുപോലെ എല്ലാം കൂടി ഒരു മാൻകുട്ടിയിലേക്ക് സ്നേഹം വന്നപ്പോ എന്തായിന്നറിയോ? ഈ മാൻകുട്ടിയില്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ആരുമില്ല എന്ന തോന്നലുണ്ടായി. സദാസമയവും അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഭഗവാനെ ഉപാസിക്കാനുള്ള ഉപാസന കുറഞ്ഞു. 1008 ഗായത്രി ജപിച്ച ഭരതൻ 1008 108ആയി, 108 56ആയി, 56 36ആയി, 24ആയി, 14ആയി, 4ആയി, ഇപ്പൊ ഒന്നും ഇല്ലാണ്ടുമായി. അഥവാ സന്ധ്യക്ക് നാമം ജപിക്കാതിരുന്നാലും മാൻകുട്ടി പുറത്തേക്ക് പോയാൽ ഭരതന്റെ മനസ്സ് മുഴുവൻ മാൻകുട്ടിക്ക് വല്ല ആപത്തും പറ്റുമോ? ഇങ്ങനെ മാൻകുട്ടി എന്ന് ചിന്തിച്ചു ഭരതൻ മരിച്ചു. അടുത്ത ജന്മം മാനായി തന്നെ ജനിച്ചു. പക്ഷേ പൂർവജന്മ സ്മരണ കൊണ്ട് ആ ജന്മത്തെ വീണ്ടും ഉപേക്ഷിച്ചതായ ഭരതന് ഭഗവാൻ മനുഷ്യജന്മത്തെ കൊടുത്തു. ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജന്മം. അല്ലേ? ഈച്ച, പൂച്ച, പാറ്റ, പന്നിയായി 80-84 ലക്ഷം യോനികളിൽ മാറി ജനിച്ച് അവസാനം
ഈശ്വരനെ അറിഞ്ഞ് ഉപാസന ചെയ്യാൻ കിട്ടിയ ഏറ്റവും ഉയർന്ന ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ 18ാമത്തെ പടിയ. എന്താ 18ാം പടിയുടെ പ്രത്യേകത? 18ാം പടി എന്ന് കേട്ടിട്ടുണ്ടോ? 18ാം പടി എന്താ? 18ാം പടിയുടെ പ്രത്യേകത, ഇനി ഒരു പടി മുകളിലേക്ക് കയറിയാൽ നമുക്ക് ഭഗവാനെ കാണാം. എന്നാ അതുമാത്രല്ല, ഒന്ന് കാല് തെറ്റിയാൽ പിന്നെ അടുത്ത കാലത്തൊന്നും പടി കയറാൻ പറ്റും തോന്നുന്നില്ല. അപ്പോ ഉയരം കൂടുന്തോറും വീഴ്ചയ്ക്ക് ശക്തി കൂടും അല്ലേ? അതുകൊണ്ടാണ് പണ്ടൊക്കെയുള്ള ആൾക്കാര് ഭാഗവതം നിലത്തിരുന്ന് കേൾക്കണം എന്ന് പറയണതേ. പണ്ടൊക്കെ ഭാഗവതം നിലത്തിരുന്ന് കേൾക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാ. കാരണം ഉറങ്ങിയാലും വീഴില്ല. കസേരയുടെ മുകളിലൊന്നും ഉറങ്ങണവരാ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് പിടിയില്ലാത്ത കസേരയാവുമ്പോ വീഴാൻ എളുപ്പമാണ്. അപ്പോ ഉയരം കൂടുമ്പോഴാണ് വീഴുവോന്ന് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോ 84 ലക്ഷം യോനികൾ കഴിഞ്ഞ് ഇങ്ങനൊരു മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ എത്തി എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഇനി മുകളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, താഴേക്ക് വീഴാണ്ടിരിക്കണം. വീഴാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ആരെ പിടിക്കണം? വീഴാൻ പോണ ആളെ പിടിക്കണം അല്ലേ? വീഴാണ്ടിരിക്കണമെങ്കിൽ വീഴാൻ പോണ ആളെ പിടിക്കണം. എന്നാലോ അയാളും വീഴും, നമ്മളും വീഴും. അപ്പൊ വീഴണ സമയത്ത് നമ്മള് വീഴാത്ത ആളെ പിടിക്കണം. ച്യുതി എന്ന് പറഞ്ഞാൽ വീഴ്ച. ച്യുതി ഇല്ലാത്തവനാണ് ആര്? അച്യുതൻ. അതുകൊണ്ട് തന്നെ ഭാഗവത ധർമ്മം മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ ഭുജോപാസനമത്ര നിത്യം. അച്യുതന്റെ പാദങ്ങളെ ആശ്രയിക്കൂ. പ്രാരബ്ധങ്ങളിൽ തളരാതെ പുഞ്ചിരിച്ച കൃഷ്ണന്റെ പാദങ്ങളെ ആശ്രയിക്കൂ അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ കൃഷ്ണന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ നമുക്ക്? ശരിക്കും കൃഷ്ണൻ അനുഭവിച്ച അത്ര ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു? കൃഷ്ണന്റെ ജീവിതത്തിൽ കൃഷ്ണൻ നേരിട്ട അത്ര പ്രതിസന്ധികൾ നമുക്കുണ്ടോ? അല്ലേ? കൽത്തുറുങ്കിനകത്ത് ജനിച്ച നിമിഷം മുതൽ സ്വന്തം അച്ഛനമ്മമാരെ പിരിഞ്ഞ് 12 വർഷം, പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, അഖൻ, ഭഗൻ തുടങ്ങിയിട്ടുള്ളതായ ദുഷ്ടന്മാരുടെ ആക്രമണങ്ങള്, സ്വന്തം അമ്മാമൻ തന്നെ ഏറ്റവും വലിയ ശത്രു. പോരാ അല്ലേ? നമുക്കൊക്കെ ഒരു കല്യാണം കഴിച്ചാൽ മതി, അയ്യയ്യോ പ്രാരബ്ധത്തിന് പിന്നെ വേറെ എവിടെയും പോണ്ട. 16,000-ത്തിലധികം ഭാര്യമാര്. ഒടുവിൽ സ്വന്തം കുടുംബം, സ്വന്തം മക്കള് പറഞ്ഞാൽ അനുസരിക്കാതെ അഹങ്കാരം തലയിൽ കയറി മദ്യം കഴിച്ച് മദം പിടിച്ച് പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് പുഞ്ചിരിച്ച് ആ അവതാരം സമർപ്പിച്ചു ഭഗവാൻ. എങ്കിൽ ഈ പ്രാരബ്ധത്തിലൊന്നും തളരാതെ തളരുന്ന നമ്മളെ കൈപിടിച്ചുയർത്തിയ ആ അച്യുതന്റെ, ആ കൃഷ്ണന്റെ പാദത്തെ ആശ്രയിക്കൂ എന്നാണ് സർവവിധത്തിലും ഭാഗവത ധർമ്മം. അത്തരത്തിൽ ഭഗവാനെ ആശ്രയിക്കാനായിട്ട് ആ ഒരു മനുഷ്യജന്മം ഭരതന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ ജന്മത്തിൽ ആരോടും ബന്ധമില്ലാതെ, ലോകത്തോട് ബന്ധമില്ലാതിരിക്കാൻ മൂകനായി തീർന്നു. ജഡഭരതൻ എന്ന പേരിൽ ആരോടും സംസാരിക്കാത്തതായ ഭരതനെ ലോകം ഭ്രാന്തൻ എന്ന് വിളിച്ചു. പരാതിയോ പരിഭവമോ ഇല്ലാതെ ആ ലോകത്തിന്റെ മുൻപില് പരമയോഗീശ്വരനായ ഭരതൻ വളർന്നു. ആ ഇടയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നരബലിക്കായിട്ട് കാട്ടുകൊള്ളക്കാര് കൂട്ടിക്കെട്ടി കൊണ്ടുവന്നതായ ഭരതൻ, ആ ഭരതനെ കൊള്ളക്കാര് ഭദ്രകാളി ദേവിയുടെ തിരുസന്നിധിയില് ബലിക്കലിലേക്ക് അവിടെ കിടത്തിയതായ സമയത്ത് ബ്രഹ്മതേജസ അതിദുർവിഷഹമാനേന ദന്തഹ്യമാനേന വപുഷാ സഹസാ ഉച്ചചാടസൈവ ദേവി ഭദ്രകാളി. തന്റെ മുൻപില് ബലിക്കല്ലിൽ കിടക്കുന്ന പരമയോഗീശ്വരനായ ഭരതന്റെ ആ പരമജ്ഞാനത്തെ, പരമഭക്തിയെ കണ്ട് സാക്ഷാൽ ജഗദംബിക ഭദ്രകാളി ദേവി ശ്രീലകത്ത് നിന്നും സ്വരൂപത്തിൽ അവതാരം ചെയ്ത് സകല ദുഷ്ടന്മാരെയും നിഗ്രഹിച്ച് ഭരതനെ തന്റെ 8 തൃക്കരങ്ങളും വെച്ച് ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിച്ചു.
ശങ്കരപ്രാണവല്ലഭയായിരിക്കുന്ന ആ ഭഗവതി തന്ന സാരസ്വതം ഭരതൻ പിന്നീട് രഘൂഗണൻ എന്ന രാജാവിന് ഉപദേശമായിട്ട് ഭാഗവത ധർമ്മോപദേശമായി നൽകി. ഈ സംസാരക്കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ഏകമാർഗം ഭാഗവതന്മാരായ ഭഗവാന്റെ കഥകളെ കേട്ട് ഭഗവാന്റെ കീർത്തനങ്ങളെ പാടി തിരുനാമം ചൊല്ലി ഭഗവാനിലേക്ക് യാത്ര പോയ ഗുരുനാഥന്മാരെ ആശ്രയിക്കലാണ്. ഈ ഭഗവാന്റെ നാമമല്ലാതെ, ഭഗവത് നാമജപമല്ലാതെ, ഭഗവാന്റെ മഹിമകളല്ലാതെ മനസ്സിന് നിത്യാനന്ദത്തെ തരുന്നതായിട്ട് മറ്റൊന്നുമില്ല എന്ന് രഘൂഗണനെ ഉപദേശിച്ച് അനുഗ്രഹിച്ചതായ ഭരതന്റെ ചരിതത്തോടെ പ്രിയവ്രത ചരിതം അവിടെ അവസാനിപ്പിച്ച് പിന്നീട് ഭൂഗോളവർണ്ണന എന്ന പ്രകരണത്തിൽ കൂടി ഈ പ്രപഞ്ചം മുഴുവൻ ഏതുവിധത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഏതുവിധത്തിൽ ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യത്തെ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗൽ എന്ന ഭാവത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈശ്വരൻ. അല്ലേ? എവിടിരുന്ന് വിളിക്കണം ഭഗവാനെ? ഇതാണ് സംശയം. അല്ലേ? ഗുരുവായൂര് കിഴക്കേ നട, ഗോപുരം, ചുറ്റമ്പലം, മണ്ഡപം, സ്വർണ ശ്രീകോവില്, ഗർഭഗൃഹം, അതിൻ്റെ ഉള്ളില് പീഠം, പീഠത്തിന്റെ മുകളിൽ ഉപപീഠം, ആ ഉപപീഠത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് ആര്? 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 ഗുരുവായൂരപ്പൻ. അയാളാണോ ഗുരുവായൂരപ്പൻ? അതെ. എങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ നമ്മൾ വിഡ്ഢികളാ. കാരണം ഇവിടെ നിന്നിപ്പോ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ എറണാകുളത്ത് പോലും കേൾക്കില്ല. എന്നിട്ടല്ലേ തൃശ്ശൂരിന്റെ അടുത്ത് കുന്നംകുളത്തിന്റെ അടുത്തുള്ള ഗുരുവായൂരപ്പൻ കേൾക്കുവോ? കേൾക്കുവോ? പക്ഷേ നമുക്ക് ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോ എപ്പോഴെങ്കിലും ഈ ഒരു ദൂരം തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഭക്തൻ ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്ന സമയത്ത് കുന്നംകുളത്തിന്റെ അടുത്തുള്ള ഗുരുവായൂരപ്പൻ എന്ന് വിചാരിച്ചിട്ടാണോ? നമ്മൾ വിളിക്കുന്നത് പോട്ടെ, അമേരിക്കയിലുള്ള ഭക്തൻ അവിടുന്ന് വിളിക്കുക ഗുരുവായൂരപ്പാന്ന്. അപ്പോ ഭഗവാനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഭക്തന്മാരെ സംബന്ധിച്ച് ഭഗവാനെ വിളിക്കാൻ ദേശം, ദൂരം എന്നുള്ളതില്ല. ഞാൻ എവിടെ നിന്ന് വിളിക്കുന്നുവോ എന്റെ വിളി കേൾക്കാൻ പാകത്തിനുള്ള ആളാണ് ആര്? എന്റെ ഗുരുവായൂരപ്പൻ. അതുപോലെ ഭക്തനെ സംബന്ധിച്ച് ഭഗവാനെ വിളിക്കാൻ സമയം എന്നുള്ളത് ബാധകല്ല. അല്ലേ? രാത്രിയില് 10:30, 11, 11:30, 12 മണിയായി. കല്യാണത്തിന് ക്ഷണിക്കണം എന്ന് വിചാരിച്ച് ഒരാളെ വിളിക്കുമോ നമ്മള്? കല്യാണത്തിന് ക്ഷണിക്കാൻ 12 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയും, ഇനി ഇന്ന് വിളിക്കണ്ട, അല്ലേ? ഇനിയിപ്പൊ ഇന്ന് വിളിക്കണ്ട, നാളെ വിളിച്ചാ മതി. ഇതുപോലെ ആരെങ്കിലും രാത്രി 12:30, 1 മണിക്ക് വല്ലാണ്ട് സങ്കടം വരുമ്പോ ഇപ്പൊ വിളിക്കണ്ട, രാവിലെ വിളിക്കാം തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഭഗവാനെ വിളിക്കുമ്പോ സമയം നോക്കിയിട്ടാണോ നമ്മൾ വിളിക്കുക? അല്ല. ഭഗവാനെ നോക്കാൻ നമ്മൾ സമയം നോക്കിയിട്ടില്ല, ഭഗവാനെ നോക്കാൻ നമ്മൾ സ്ഥലം നോക്കിയിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ദേശകാലാവധിഭ്യാം നിർമുക്തം, ഈ പറഞ്ഞ ദേശം, കാലം തുടങ്ങിയിട്ടുള്ളതായ മതിൽക്കെട്ടുകൾ ഒന്നുമില്ലാതെ എവിടെ നിന്ന് ആരാധിച്ചാലും, എവിടെ നിന്ന് പുഷ്പാഞ്ജലി ചെയ്താലും ആ പുഷ്പാഞ്ജലി സ്വീകരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് നമ്മളെ ഉറപ്പിക്കാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് മുൻപിൽ പാടിത്തന്നു ഭാഗവതം. ആ പ്രപഞ്ചഭാരത്തെ തിരുനാമജപത്തിന്റെ വൈഭവം കൊണ്ട് തന്റെ 1000 ഭണങ്ങൾക്ക് മുകളിൽ ഉയർത്തി നിന്ന അനന്തമൂർത്തിയുടെ മഹിമയെ പാടി ഒടുവിൽ ചെയ്യുന്ന ഏതേത് പാപകർമ്മങ്ങൾക്കും കൃത്യമായ പ്രതിഫലനം. അല്ലേ? ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ പ്രതിപ്രവർത്തനമുണ്ട് എന്ന ശാസ്ത്ര നിയമം പോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലനം ഉണ്ടാകും. അതിൽ പുണ്യകർമ്മമാണെങ്കിൽ സ്വർഗവും, പാപകർമ്മങ്ങളാണെങ്കിൽ വിവിധ തരത്തിലുള്ള നരകയാതനകളും. ഓരോ പാപത്തിനനുസരിച്ച് അനുഭവിക്കേണ്ടി വരുന്ന നരകങ്ങളെ കുറിച്ച് പറഞ്ഞു പഞ്ചമസ്കന്ധത്തില് 26-ാം അധ്യായത്തില്. ഇന്ന പാപം ചെയ്താൽ ഇന്ന നരകം, അവിടെ പോയാൽ എന്തൊക്കെയാ ഉണ്ടാവുക, എന്തൊക്കെയാ അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമുക്കിപ്പോ ഇത് പറയാൻ സമയമില്ല, പിന്നെ ഇത് പറഞ്ഞു കേൾക്കേണ്ടതല്ലല്ലോ, അവിടെ പോയാൽ കാണാൻ പറ്റുന്ന കാര്യല്ലേ. അപ്പൊ ഏതായാലും ഇവിടെ പാപങ്ങൾക്കനുസരിച്ചിട്ടുള്ളതായ നരകയാതനകളെ കൂടി പാടിക്കൊണ്ടാണ് ഇനി പഞ്ചമസ്കന്ധം സമർപ്പിക്കുക.